ഓക്കെ, അങ്ങനെ ചായ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓ, നല്ല മധുരം. ഇങ്ങനെ ചാവിച്ച് ഇതെല്ലാം റെഡിയാക്കി വെക്കണം. കഴിക്കണം. ഇനി ഇവനാണ് അറിയണ്ടേ. ഇത് കൊള്ളാം. ഹായ് ഹലോ, ഇതാണ് വ്ളോഗർ മച്ചാൻസ്. പുതിയൊരു കളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് സുഖമാണ്. ഇപ്പോൾ നമ്മൾ ഒരു യാത്ര ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഒരു വേളാങ്കണ്ണി ട്രിപ്പ് യാത്രയാണ്. കാറിലല്ല, ട്രെയിനിലാണ്. ഇപ്പോൾ ഞാനുള്ളത് കലയപുരം ഇഞ്ചക്കാട്, ആ ഒരു ലൊക്കേഷനിലാണ്. എൻ്റെ അമ്മ വീടാണ്. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നത് വേളാങ്കണ്ണിയിലോട്ട് പോകണമെങ്കിൽ ട്രെയിനിലാണ് പോകുന്നത്. ട്രെയിനിലോട്ട് പോകണമെങ്കിൽ നമ്മൾ കാറിലാണ് യാത്ര ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ ആങ്ങള ഇവിടെ ഉണ്ട്. ഹായ്, പേര് സാബു. സാബു. അടുത്ത വൈഫുണ്ട്, അതായത് ആൻറ്റി ഉണ്ട്. പേര് മിനി. കേട്ടോ, ഇവരെല്ലാവരും സ്റ്റാർട്ടിങ് ട്രബിളിൽ നിൽക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഓണായിക്കോളും. ഞാൻ ഓണാക്കി എടുക്കും, അത് വേറെ കാര്യം. പിന്നെ ഓണായിക്കോളും. അടുത്ത 2 മക്കളുമാരുണ്ട്. പേര്, മൂത്താളുടെ പേര് അനുജ. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ചാനലിനകത്തൊക്കെ ഇതൊക്കെ മുന്നേ വന്നിട്ടുണ്ടായിരിക്കും. ഇനിയും പുതിയ ആൾക്കാരൊക്കെ ഇപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്കൊന്നും അറിയത്തില്ലെങ്കിലും പരിചയപ്പെടുകയാണ് എല്ലാവരും. പിന്നെ അനൂപ് വന്നിട്ടില്ലെന്ന് തോന്നുന്നല്ലേ? അനൂപേ, എന്തുകൊണ്ട്? കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങോട്ട് തല കാണിച്ചേ. സുഖമല്ലേ? ആള് ജർമ്മനിയിലൊക്കെ ആയിരുന്നു. ജർമ്മനിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. അപ്പൊ ഇന്നത്തെ യാത്രയിൽ ഞങ്ങൾ ഇത്രയും പേരാണുള്ളത്, 5 പേര്. ഈ യാത്രയിൽ വേളാങ്കണ്ണി ചെന്നതിന് ശേഷം അതിനുശേഷം പിന്നീട് നമ്മൾ പോകുന്നത് പോണ്ടിച്ചേരി ലൊക്കേഷനിൽ ആണ്. ഒരു 3 ദിവസം 4 ദിവസത്തോളം വരുന്ന ഒരു യാത്രയാണ് വരുന്നത്. അതിനുശേഷം നമ്മൾ തിരിച്ച് ട്രെയിനിൽ തന്നെ ആയിരിക്കും എത്തിച്ചേരുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്ന നല്ല നല്ല കോമഡി വിശേഷങ്ങളും നല്ല നല്ല രീതിയിലുള്ള എന്താ പറയാ, ആകാംക്ഷഭരിതമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന വിഷ്വൽസ് ഒക്കെ നിങ്ങളെ കാണിച്ചുകൊണ്ട് എന്റർടൈൻ ചെയ്തിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും. ഇപ്പോൾ സമയം നമുക്ക് വന്നിരിക്കുന്നത് 3:30 കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വൈകുന്നേരം, അതായത് വൈകുന്നേരം 5:10 ട്രെയിൻ അല്ലേ? കൊട്ടാരക്കര. ഓക്കെ, കൊട്ടാരക്കരയാണ് നമുക്ക് ട്രെയിൻ വരുന്നത്. അപ്പോൾ കൊട്ടാരക്കര നമ്മൾ 5:10 ട്രെയിൻ കയറി പിറ്റേ ദിവസം 5:40 വെളുപ്പനെ നമ്മൾ വേളാങ്കണ്ണി എത്തും അല്ലേ? അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോകുന്ന വഴി കാണിക്കാം. നമുക്ക് ഇനി 1-2 പരിപാടി നിർത്താനുള്ള വണ്ടി നിർത്തേണ്ടത് ടാബ്ലറ്റ്സ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം. നമ്മൾ കുറച്ച് ടാബ്ലറ്റ്സ് ഒക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. തലവേദന, ഛർദില്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്തായാലും ഉള്ളവരെല്ലാവരും ഉണ്ടല്ലോ. എന്തായാലും നമുക്ക് അതെല്ലാം ഒന്ന് വാങ്ങിച്ച് സെറ്റ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളായിട്ട് കാണാം. ഓക്കെ, അങ്ങനെ നമ്മള് ടാബ്ലറ്റ് വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കുറച്ച് ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് പോകും. വണ്ടി അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അനൂപ് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ഞങ്ങൾ 2 പേരോടെ ഒന്ന് സെറ്റ് ആയിട്ട് വാങ്ങിച്ചിട്ട് കയറാം. ഓക്കെ, എടുത്തു ഓരോരോ എടുത്തു. ഓക്കെ, അങ്ങനെ നമ്മൾ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ 5 പേരും. ഓക്കെ, എല്ലാവരും ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ലഗേജൊക്കെ താഴെയുണ്ട്. ഇപ്പോൾ സമയം 4:25. എങ്ങനെ വില ഒരു 5:10 വരെ കാത്തിരിക്കണം. അത്രയും നേരം സമയം എടുക്കും വണ്ടി വരാൻ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഒരു ചായയൊക്കെ കുടിച്ച് സെറ്റായിട്ടിരിക്കണം, അപ്പോഴത്തേക്ക് വരും. അപ്പോൾ നമ്മൾ കൊട്ടാരക്കര എത്തിയപ്പോൾ ഏകദേശം 5:10 തന്നെ എത്തിയിട്ടുണ്ടല്ലേ? കറക്റ്റ് സമയത്തിന് അല്ലേ? അപ്പോൾ നമ്മളെല്ലാവരും കയറിയിട്ടുണ്ട്. ഇപ്പോൾ ആവണീശ്വരമായിട്ടുണ്ട്. നമ്മുടെ എല്ലാവരും കൂട്ടിയിരിപ്പുണ്ട്. ഓക്കെ, സുഖമല്ലേ? ഓക്കെ, അവനും എത്തിയിട്ടുണ്ട്. ആൻറ്റി കൂട്ടിയിരിപ്പുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും എന്താ പറയാ, ഫസ്റ്റിൽ തന്നെ പൊട്ടിച്ചു. പാക്കൊക്കെ പൊട്ടിച്ചു. പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴേ. ഇപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്ന കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെയാണ്. നല്ല കിടിലം വ്യൂ ഉണ്ട്. എന്നെ കാണിക്കാൻ കേട്ടോ, നല്ല കിടിലം വ്യൂ ഉണ്ട്. അത് നമ്മൾ മിക്കവാറും അവിടുന്ന് എൻജിൻ കയറ്റും ബാക്കിൽ. ഇവിടുന്ന് ആവണീശ്വരത്താന്ന് തോന്നുന്നു. അവിടുന്ന് എൻജിൻ കയറ്റും, ബാക്കിലൊരു എൻജിനോടെ കയറ്റും. കാരണം ഫ്രണ്ടിലത്തെ ഇതുകൊണ്ട് കയറി പോകത്തില്ല, മലയാണ്. ബാക്കിൽ നിന്ന് പറഞ്ഞാൽ കൂടെ സപ്പോർട്ട് ചെയ്യും. ബോംബെയിലൊക്കെ പോകുന്ന ഒരു വണ്ടി അങ്ങനെയാണ്. അപ്പോൾ ഇത് അങ്ങനെ അതിൻ്റെ ഒരു സമയം ഇപ്പോൾ നിർത്തിയിട്ടേക്കുന്നത്. ഇപ്പോൾ ആവണീശ്വരത്താണ് വണ്ടി നിർത്തിയേക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി ആവണീശ്വരം കഴിഞ്ഞിട്ട് നല്ല കിടിലം മലയും നല്ല വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെറ്റ് ചെയ്യാം. അറിയാം, സൂപ്പർ സംഭവം കാണാൻ. ഞങ്ങൾ കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളതാണ്, എന്നാലും കാണിക്കാം. കണ്ടിട്ടുണ്ടോ? അവിടെ ഒരു പാലമുണ്ട്, അടിപൊളി വ്യൂ, വെളിയിലോട്ട് നിന്നിട്ട് കാണാം. ഓക്കെ, അങ്ങനെ നമ്മള് ട്രെയിനിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് തന്നെ നമ്മുടെ പുനലൂര് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു കിടിലൻ പാലമുണ്ട്. പുനലൂര് റൂട്ട്, അതായത് ചെങ്കോട്ടയ്ക്കൊക്കെ പോകുന്നതിന്റെ റൂട്ടിൽ ഒരു കിടിലൻ പാലവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ റൂട്ടില് എല്ലാവർക്കും അറിയായിരിക്കും, പലർക്കും അറിയാവുന്ന സെറ്റപ്പ് ആയിരിക്കും. അനൂപ് അത് കണ്ടിട്ടില്ല. അനൂപിന് അത് കാണണമെന്നൊരു ആഗ്രഹം. എന്നാ പിന്നെ കാണിച്ചേക്കാം. ഓക്കെ, അവൻ
ജർമ്മനിയിൽ നിന്നൊക്കെ വന്നതായോണ്ട് ജർമ്മനിയിൽ നിന്ന് വന്നതായോണ്ട് ഈ സംഭവം കണ്ടിട്ടില്ല. അവൻ ഇവിടെ ആയിരുന്നു, നമുക്ക് ഇതിന് പോകേണ്ട ആവശ്യങ്ങളൊന്നും വന്നിട്ടില്ലാത്തതുകൊണ്ട് ഇവൻ കണ്ടിട്ടില്ല. അപ്പൊ എന്നാ പിന്നെ അതൊന്ന് കണ്ടേച്ചേക്കാന്ന് വിചാരിച്ചു. ആരാണ്ട് കട്ടൻ പീടി വലിക്കുന്നുണ്ട്, നല്ല സ്മെല്ല്. ആരാണ്ട് ബാത്റൂമിൽ കയറിയിട്ട് കട്ടൻ പീടി വലിക്കുന്നുണ്ട്. ഉടനെ തന്നെ അവരെ പൊക്കുന്നതായിരിക്കും. ഓക്കെ, പാറയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു തുരങ്കമായിരിക്കും. ഈ തുരങ്കത്തിന് നല്ല കിട്ടില്ല വ്യൂ ഒക്കെ കണ്ടോ, പുറത്തോട്ട് അടിപൊളി വ്യൂ ആയിരിക്കും കേട്ടോ. ദൂരെ മൊത്തം മലയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ആ ഒരു പാലവും കാര്യങ്ങളും ഏതാണ് പേരും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, പിന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ. അതോടൊപ്പം തന്നെ ഇല്ലില്ല സ്മോക്ക് ചെയ്തോ, നമ്മൾ സ്മോക്ക് ചെയ്യാറില്ല, ഞങ്ങൾ സ്മോക്ക് ചെയ്യാറില്ല. അപ്പോൾ എന്തായാലും നമ്മളവിടെ പറഞ്ഞ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കനൊക്കെ അടിച്ച് സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുക. ഇപ്പം അടുപ്പിച്ച് വീഡിയോ കാണുന്നവർക്കൊക്കെ യൂട്യൂബ് വീഡിയോ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുള്ളൂ, അല്ലാത്തവർക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും നല്ല കിട്ടില്ല വ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അനൂപ് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റപ്പ് ആക്കിയൊക്കെയാണ്. എന്താ രസമെന്നറിയോ, അവിടെ ഇങ്ങനെ തട്ടായിട്ട് ഇങ്ങനെ കിട്ടില്ല വ്യൂ ആണ്. നല്ല കൃഷിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കിടന്ന മലനിരകൾ ഇങ്ങനെ നിരന്നിരിക്കുന്നതാണ്. നല്ല കിടലും വ്യൂ. വൈകുന്നേരത്തെ വ്യൂ ആയതുകൊണ്ടാണ് ഇച്ചിരി വെട്ടക്കുറവും കാര്യങ്ങളും വെളിച്ചക്കുറവൊക്കെ. പക്ഷെ ഒരു ഉച്ച സമയത്തൊക്കെ പോകണമെങ്കിൽ നല്ല കിട്ടില്ല വ്യൂ ആണ്. എങ്ങനെയുണ്ട് ആ മല, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ, നല്ല വ്യൂ അല്ലേ കാണാൻ? ഈ ഒരു സെറ്റപ്പ് ഒക്കെ എവിടെയെങ്കിലും കിട്ടുമോ? എന്താ സെറ്റപ്പ്! ആ മലയൊക്കെ കണ്ടോ? ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും വീട്ടിൽ ഇരിക്കുന്നത്, ഒരു ചെറിയൊരു ട്രെയിനൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് കാണാൻ ഇറങ്ങുക. ഇതുപോലെ കിട്ടിലും വ്യൂ എവിടാന്നുള്ളത് അറിയോ? വേറൊരു സ്ഥലം എവിടാന്ന് അറിയോ? പാലക്കാട് ഇങ്ങനെ ഒരു വ്യൂ ഉണ്ട്, നല്ല കിട്ടിലും വ്യൂ. എടാ, കോട ഇറങ്ങിക്കുന്നുണ്ടോ മേളില്? കോടാമഞ്ഞ് ഈ മേളിൽ കണ്ടോ? കോട കണ്ടോ? എന്താ സെറ്റപ്പ് അല്ലേ? ഓക്കെ, അങ്ങനെ രാത്രി ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഡിന്നർ കഴിക്കാനുള്ള സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അതായത് വീട്ടിൽ നിന്ന് നല്ല വെജ് പുലാവും പിന്നെ നല്ല ചിക്കൻ ഫ്രൈയും പിന്നെ എന്താ പറയുക സാലഡും ഒക്കെ ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അനൂപ് ഉണ്ടാക്കിയതാണ്. അതായത് ജർമ്മനിയിൽ നിന്നപ്പോൾ ഒരു എന്താ പറയുക ട്രൈ ചെയ്ത് നല്ല രീതിയിൽ വിജയിച്ച ഒരു ഐറ്റമാണിത്. നല്ല ടേസ്റ്റോടെ തന്നെ ഞങ്ങളത് കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ വേഗം കിടന്ന് ഉറങ്ങാനുള്ള ഒരു സെറ്റപ്പിലാണ് നോക്കുന്നത്. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം. 5:30 ആകുമ്പോഴത്തേക്ക് പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ വേളാങ്കണ്ണിയിൽ എത്തുന്നതാണ്. അപ്പോൾ നേരത്തെ കഴിച്ചിട്ട് ഞങ്ങൾ എന്തായാലും കിടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ രാവിലെ 6 മണിക്ക് തന്നെ എത്തിയിട്ടുണ്ട്. അതായത് 6 മണിക്ക് മുന്നേ എത്തി കേട്ടോ. 5:30 ആയപ്പോൾ സംഭവം എത്തിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോ വിളിച്ചു. അവിടുന്ന് പുള്ളിക്കാരനാണ് നമ്മുടെ ബാഗിൽ കാണുന്ന റൂമും സ്റ്റേ ഒക്കെ സെറ്റപ്പ് ചെയ്ത് തന്നിരിക്കുന്നത്. ഇപ്പോൾ ചെറിയൊരു റൂം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മളെ ഒരു 10 മണിക്ക് ശേഷം വലിയ റൂമിലോട്ട് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൈലബിലിറ്റി ഇല്ല, അതാണ് പ്രശ്നം. റൂമില്ലാത്തൊരു കണ്ടീഷനാണ്. അത്യാവശ്യം നല്ല റഷും കാര്യങ്ങളൊക്കെ ഉള്ള ടൈമാണ്. അവരെല്ലാവരും റൂമിലുണ്ട്. റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. ഇതാ റോഡും കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം എന്താ പറയുക, ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ ടീക്കട പറഞ്ഞ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും നോക്കട്ടെ. ഇവിടെ റൂമാണ് ടൈറ്റ്. മാക്സിമം എല്ലാവരും ബുക്ക് ചെയ്തിട്ട് തന്നെ വരാൻ പറ്റുവാണെങ്കിൽ അത് നോക്കുക. ഓക്കെ, അങ്ങനെ ചായ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര കൂട്ടമായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് ചായ ഉറങ്ങിയിട്ടുണ്ട്. ഇനി ചായ കുടിച്ചിട്ട് വേണം. ഓ, നല്ല മധുരം. കുറേ നാളായി തമിഴ്നാട് ചായ കുടിച്ചിട്ട്. നല്ല മധുരം. ഇത്രയും ഗ്യാപ്പിനകത്തോടെ വണ്ടി കയറ്റി കൊണ്ടുപോകുന്നുണ്ടോ? ഏതാ സെറ്റപ്പ്! ഇവിടെ ഓട്ടോ അടക്കുക, ഇത്രയും വലിയ വണ്ടി കയറ്റി കൊണ്ടുപോകുന്നത്. ഇതൊക്കെയാണ് കഴിവ്. അപ്പോൾ എന്തായാലും ചായ കുടിച്ചിട്ട് റൂമും കാര്യങ്ങളൊക്കെ എന്താണെന്ന് കാണാം. ഓരോരുത്തർ ഫ്രഷ് ആവാൻ തുടങ്ങി. നമുക്ക് എന്തായാലും രാവിലത്തെ കാര്യങ്ങൾ സെറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ചായ കുടിച്ചാൽ നമുക്ക് സെറ്റ് ആവത്തുള്ളൂ. എന്നപ്പോൾ ഒരു ചായ കുടിച്ചാൽ നമുക്ക് തുടങ്ങാൻ വെച്ചു. ഓക്കെ, അപ്പോൾ ചായ കുടിച്ചിട്ട് കാണാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. രാവിലെ കുറച്ചുകൂടെ മുന്നേ ഗുഡ് മോർണിംഗ് പറയാനുള്ള മൂഡില്ലായിരുന്നു. അതായത് ചായ ഒന്നും കുടിച്ച് ഒന്നും സെറ്റായില്ല. അപ്പോൾ ഞങ്ങൾ ഫ്രഷായി റെഡിയായിട്ട് നിൽപ്പുണ്ട്. നമ്മുടെ താൽക്കാലിക സെറ്റപ്പിൽ നിന്ന് നമ്മൾ കുളിച്ച് സെറ്റായിട്ടുണ്ട്. അതായത് ഇനിയിപ്പോൾ വലിയ റൂമിലോട്ട് മാറ്റി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മാറ്റി തരുമായിരിക്കും. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. അങ്കിള് റെഡി ആയിട്ടില്ല, അനൂപ് റെഡി ആയിട്ടില്ല. രണ്ടിട്ട് റെഡിയായി വരുന്നേ ഉള്ളൂ. ഞങ്ങൾ ഇത്രയും പേര് റെഡി ആയിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. വണ്ടി വരട്ടെ. ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഗുഡ് മോർണിംഗ്. എന്നാ പിടിച്ചോ. എന്തുകൊണ്ട് ഇന്നലത്തെ ഉറക്കമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ട്രെയിനൊക്കെ ആയതുകൊണ്ട് നല്ല കണക്ക് ഉറങ്ങാനൊക്കെ പറ്റി. തലവേദനയൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, നല്ലായിരുന്നു. ഉറക്കമൊക്കെ നല്ലായിരുന്നു. ഫ്രഷ് ആയപ്പോ സമാധാനമുണ്ട്. ഇനിയിപ്പോ ഞങ്ങളെല്ലാവരോടും ഇനിയിപ്പോ പള്ളിയോട്ട് പോയിട്ട് പള്ളി പോയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. എനിക്കൊന്നും ഇത് ചെറിയ റൂട്ടാണ്. അത്യാവശ്യം സ്പേസേ ഇല്ല, തീരെ സ്പേസ് ഇല്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ വലിയ റൂട്ടും കാര്യങ്ങളൊക്കെ കാണുമെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും നോക്കാം. ബാക്കി അവരോട് റെഡി ആയിട്ട് വരട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ അതിന് ശേഷം ഫസ്റ്റിൽ നമുക്ക് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചിട്ട് തമിഴ് ഹോട്ടലുണ്ട്, അതുപോലെ തന്നെ മലയാളി റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ കാണും. ഏതിലാന്ന് വെച്ചാൽ നമ്മൾ കംഫോർട്ടാണ്.
ഇവർക്കാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, ചെന്ന് കയറിയതിന് ശേഷം അറിയത്തുള്ളൂ. ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് നേരെ പള്ളി പോകണം. ഇപ്പൊ സമയമായിരിക്കുന്നത് 7:45 ഓക്കെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സുഖമല്ലേ? കുഴപ്പമില്ല, അസുഖമൊന്നുമില്ല. ഗുഡ് മോർണിംഗ്. ഹാപ്പി ആയിട്ട് നമുക്ക് ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോകല്ലേ? ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞില്ലേ? ഇവിടെ അങ്ങനെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. ഇവിടെ എവിടെ ഇറങ്ങിയാലും അങ്ങോട്ടും ഇങ്ങോട്ട് ഫോട്ടോ എടുക്കുന്ന ഒരു പരിപാടിയാണ്. നമുക്ക് ഏതായാലും ഫോട്ടോ എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഏതായാലും നല്ല കിടിലം ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്തേരെ. ഓക്കെ, അപ്പോൾ രാവിലെ 8 മണി ആയതേ ഉള്ളൂ. സംഭവം നാട്ടെ ഇത്ര റഷും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ആളുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. സൈഡിലെല്ലാം കടകള്. ചെറിയ ചേരി പ്രദേശത്തിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. അതായത് സ്ട്രീറ്റ് സെറ്റപ്പാണ്. സ്ട്രീറ്റ് ഫുഡിന്റെ ഒരു കേദാരമായിരിക്കും ഇവിടെ ഫുള്ള്. അവിടെ നിനക്ക് കഴിക്കാനുള്ള സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ നിനക്ക് കഴിക്കാനുള്ള സെറ്റപ്പുകളൊക്കെ താഴെ വീട്ടിൽ ടെസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് പിന്നീട് പതുക്കെ സെറ്റ് ചെയ്യാം. ഇവിടെ ഫുള്ള് ഹൽവയുടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം നല്ല റഷ് വരുന്നുണ്ട്. ഫോൺ അടിച്ച് മനുഷ്യന്റെ ചെവി അടിച്ചു പോയി. ലാസ്റ്റില് തമിഴ്നാട് പോയ ഊട്ടിയില് അതേപോലെ സെറ്റപ്പ് ഉണ്ടോ? വൃത്തി കുറവാ. വൃത്തി ഒട്ടും പ്രതീക്ഷിക്കണ്ട. ഇവിടെ അതുപോലെ ആളുകൾ വരുന്നില്ലേ? അതുപോലെ ആളുകൾ വരുന്നതല്ലേ? അപ്പൊ അതുകൊണ്ട് അത്രയും വൃത്തി കുറയും. ഇവിടെ എവിടെയെങ്കിലും കയറിയാടാ അടിവാണോ മേളോ? ശരവണ അല്ലയോ? അതിന്റെ പേര് ശരവണ ഹോട്ടൽ എന്തോ. അത്യാവശ്യം നല്ല ഹോട്ടലാന്ന് പറയുന്നത്. നോക്കട്ടെ, ഇവിടുത്തെ ഓട്ടോ ഡ്രൈവർ പറഞ്ഞു തന്നെ നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മള് ഏകദേശം ഒരു 2-3 ഹോട്ടലിൽ കയറി ഇറങ്ങി. അതായത് ശരവണ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതിപ്പോ ചന്ദ്ര എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതൊരു ഹോട്ടലാണ്. ചന്ദ്ര. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ എല്ലാം കയറി ഇറങ്ങിയിട്ട് ഇവിടെ ഫുള്ള് തിരക്കാണ്. അതായത് അത്യാവശ്യം നല്ല തിരക്കാണ്. നമ്മളിവിടെ എല്ലാം കയറി ഇരുന്നിട്ട് എന്താ പറയാ, ഫുഡൊന്നും കിട്ടാനില്ല. നല്ല തിരക്കും കാര്യങ്ങളും വരുന്നത്. നല്ല റഷ്. അപ്പൊ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഇവിടെ കുത്തി ഇരുന്നിട്ട് ഒരു 10 മിനിറ്റോളം നമ്മൾ ഇരുന്ന് എന്നിട്ടാണ് നമ്മൾ ഫുഡിന് ഓർഡർ ചെയ്തേക്കുന്നത്. വേറെന്ത് പറയാനുള്ളത്? പ്ലേറ്റും ഇലയും മാത്രമേ വന്നുള്ളൂ. സാധനം എത്തിയിട്ടില്ല. ഉടനെ എത്തുമെന്ന് വിചാരിക്കുന്നു, കാത്തിരിക്കുന്നു. 10 മിനിറ്റ് ഇരിക്കേണ്ടി വരും. 10 മിനിറ്റ് കുഴപ്പമില്ല. വിശപ്പിനല്ലേ വേണ്ടിയില്ലേ? വിശപ്പ് മാറ്റാൻ വേണ്ടിയല്ലേ? കുഴപ്പമില്ല. ഞായറാഴ്ച അതെ, സൺഡേ ആയതുകൊണ്ടാണ് ഇത്ര തിരക്ക്. നമ്മളതനുസരിച്ച് നമ്മള് ക്ഷമയോടെ കാത്തിരിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഫുഡ് വന്നിട്ട് കാണാം. ഒതന്റിക് തമിഴ് ടച്ചുള്ള ടേസ്റ്റ് ഉള്ള ഫുഡും കാര്യങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ അനുജും കൂടെ വെയിറ്റിംഗ് ആണ്. പ്രതീക്ഷ ഉണ്ട്. നല്ല സാധനം കഴിക്കില്ല, നല്ല ഡബായിരിക്കില്ല. അപ്പൊ എന്തായാലും നമ്മൾ ഭക്ഷണം വന്നിട്ട് കാണാം. ഓക്കെ, അങ്ങനെ പൂരി സെറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. മല പോലെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോന്നോരോന്ന് ചാമ്പുക. ഇനി ബാജി വരാനുണ്ട്. ബാജി വരണം. ഭയങ്കര സൗണ്ട് കേട്ടോ. റഷ് സൗണ്ട് കിട്ടുന്ന വിചാരത്തിൽ ഇരിക്കുകയാണ്. അത്യാവശ്യം സാധനങ്ങളൊക്കെ നല്ല സെറ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കാം, അതിനകത്തും ചൂട് പോവാതെ. അവിടെ അനൂപ് അതികൂട്ട് വെച്ചിട്ട് പൊട്ടിക്കണം കേട്ടോ. നടുക്കൂട്ട് വെച്ചിട്ട് ഒരെണ്ണം ആവി കയറാതെ വേണം പൊട്ടിക്കുക. അടുത്തൊരു കുത്തു കൊടുക്ക്. കൊടുക്കടാ. ചൂട് അതിനകത്തൊന്നും വന്നാ ആവി കാണത്തില്ല. എന്നാലും ചൂട് വേണം. അവിടെ ബാജിയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ചാവിച്ച് ഇതെല്ലാം റെഡിയാക്കി വെക്കണം. എന്നിട്ട് ഇവരുടെ എല്ലാവരുടെയും റിവ്യൂ എന്താണെന്ന് നോക്കട്ടെ. കഴിച്ചു. കേട്ടില്ല? എന്റെ മുഖം കാണാൻ പൂരിയുടെ കൂമ്പാരം കൊണ്ടല്ലേ വലിയതായിട്ട് കാണുന്നുണ്ടല്ലേ? കഴിക്കണം. ഇനി ഇവനാണ് അറിയണ്ടേ. ഇത് കൊള്ളാം. ടേസ്റ്റ് വരുന്നുണ്ട്. നമ്മളുണ്ടാക്കിയ പോലെ വരത്തില്ല. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? എവിടെയാണോ ഇഷ്ടപ്പെട്ടു? ആന്റി ഓക്കെ അല്ലേ? കഴിച്ചു വായി ഇരിക്കുന്നതുകൊണ്ട് കഴിച്ചിട്ട് പറയാം. അപ്പൊ ഞാൻ എന്തായാലും കഴിച്ചു നോക്കട്ടെ. കോഫി വന്നു. വിത്തൗട്ട് 2 എണ്ണം. അപ്പൊ എന്തായാലും കോഫി പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, ഓക്കെയാണ്. ഫുഡ് ഓക്കെയാണ്. വിത്തൗട്ട് ഇറക്കാം. അപ്പൊ എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, കഴിച്ചിട്ടാണോ? ഓക്കെ, അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഭക്ഷണത്തിന്റെ അഭിപ്രായം? ഭക്ഷണമൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഒരുപാടില്ല, എന്നാലും ഓക്കെ. സൺഡേ അല്ലേ, ഞായറാഴ്ച ആയതുകൊണ്ടും അവധി ദിവസമൊക്കെ ആയതുകൊണ്ടും ജനങ്ങൾ കൂടുതലാണ്. അതുകൊണ്ട് അവരുടേതായ രീതിയിൽ ഇച്ചിരി
പൈസ കൂട്ടി വാങ്ങി, അത് കുഴപ്പമില്ല. നല്ല ഓക്കെ ഭക്ഷണമാണ് വലിയ. അപ്പൊ എന്തായാലും അതും ഭയങ്കര ലാഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു മണിക്കൂറോളം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നിട്ടാണ് നമുക്ക് കിട്ടിയത്. ഈ തിരക്കുണ്ട്, അത്രയും തിരക്കും കാര്യങ്ങളും വരുന്നുണ്ട്. ഇനി പള്ളി കണ്ട് ആ ഒരു സൈഡിലോട്ടാണ് വരുന്നത്. അതായത് ആ ഒരു സൈഡിലോട്ട് പള്ളിയും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടാ. അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് എവിടം വരെ എത്തുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. നമുക്ക് നോക്കാം, അങ്ങോട്ട് കയറി നോക്കാം. എല്ലാവരും വരുന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ പള്ളിയുടെ സൈഡിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള റഷും കാര്യങ്ങളുണ്ട്. എങ്ങനെ കയറുമെന്ന് അറിയത്തില്ല. എങ്ങനെ കയറുന്ന നല്ല തിരക്കല്ലയോ. ഇതിന്റെ ഫ്രണ്ട് അവിടെ വന്നു ആ ഒരു പോർഷനിലായിരിക്കും ഫ്രണ്ട് വരുന്നത്. നോക്കാം എന്തായാലും, നല്ല തിരക്ക്. ഓക്കെ, അങ്ങനെ നമ്മൾ പള്ളിക്കുള്ളിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ചൂടാണ്, പുറത്ത് ക്ലൈമറ്റും പള്ളിക്കുള്ളിൽ ആളുകൾ തിങ്ങി നിൽക്കുന്നുണ്ട്. അതിൻ്റെയും കൂടെ ചൂട് തന്നെ ഉണ്ടെന്ന് പറയാം. വേളാങ്കണ്ണി എന്ന സ്ഥലത്ത് ഏറ്റവും പ്രശസ്തമായത് ബസലിക്ക ഓഫ് അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത് എന്ന കത്തോലിക്ക തീർത്ഥാടന ദേവാലയമാണ്. ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചതെന്ന് പറയുന്നത് ചുമരുകളിലെ കൊത്തുപണികളാണ്. അതിമനോഹരമായിട്ടുണ്ട്. പള്ളിയുടെ വലത്തുഭാഗത്ത് തന്നെ വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു രൂപമൊക്കെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. പുറത്തുള്ള കാഴ്ചകൾ കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പള്ളി അതാണ് വരുന്നത്. ആ പള്ളിയാണ് മെയിൻ പള്ളി, പഴയ പള്ളി. ഓക്കെ, വേളാങ്കണ്ണി പള്ളിയിൽ, അതായത് ഇവിടുന്ന് നമ്മൾ സ്ട്രെയിറ്റ് ഇങ്ങനെ മുട്ടിലഴിഞ്ഞൊക്കെ പോകുന്ന കുറേ ആൾക്കാരെ കാണാം. മണൽ ഇവിടെ നിരത്തിയിട്ടിട്ടുണ്ട്. മണൽ ഇവിടെ ഇരിപ്പുണ്ട്, മണലിട്ടിട്ടുണ്ട്. മണലിനകത്തൂടെ നമ്മൾ മുട്ടിലഴിഞ്ഞ് കുറേ പേര് പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ നേർന്ന് ഇങ്ങനെ പോകുന്നൊരു സെറ്റപ്പാണ്. അതായത് നേരെ പോയി കഴിഞ്ഞാൽ ആ പള്ളിയിലോട്ടാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം ഹോളി മാസ് ഉണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് പോയി കുർബാനയൊക്കെ കണ്ടേച്ച് വരാം. ഓക്കെ, കുർബാന സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ കുർബാന സ്വീകരിച്ച് സെറ്റപ്പ് ചെയ്തിട്ട് നമുക്ക് വരാം. നമുക്ക് എന്തായാലും കുറേ പേര് ഇവിടെ മുട്ടിലൊക്കെ കഴിഞ്ഞ് സെറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം. ഓക്കെ, അങ്ങനെ മോർണിംഗ് സ്റ്റാർ ചർച്ച് ഉണ്ട്. മോർണിംഗ് സ്റ്റാർ ചർച്ചിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെയാണ് മലയാളം കുർബാന. എന്തായാലും നമ്മളെല്ലാവരും ഒന്ന് കയറി അകത്തോട്ട് കയറി നോക്കാം. മലയാളം കുർബാന സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും കുർബാനയ്ക്ക് പോയിട്ട് വരാം. കുർബാന കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും കാണാം. ഓക്കെ, ഇതാണ് മോർണിംഗ് സ്റ്റാർ. രാവിലെ 9 മണിക്ക് ഇവിടെ കുർബാനയുണ്ട്. ഓക്കെ, എന്തായാലും അങ്ങനെ കുർബാനയ്ക്ക് കയറിയിട്ട് കാണാം. കുർബാന കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും കാണാം. ഓക്കെ, ബൈ. പള്ളിക്കുള്ളിലോട്ട് കയറിയപ്പോൾ തന്നെ ഇടത്തോട്ടും വലത്തോട്ടും നേരെയും നമ്മുടെ അടുത്തും എല്ലാം മുഴുവൻ ആളാണ്. എത്ര പേരുണ്ടെന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ആളുകളാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ. പള്ളിയുടെ മദ്ബഹായുടെ മുകളിൽ തന്നെ ഒരുപാട് പ്രാവുകൾ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു അനുഭൂതി എന്നൊക്കെ തന്നെ പറയാം. എന്തായാലും നമുക്ക് കുർബാനയൊക്കെ സ്വീകരിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലേ. ഏകദേശം ഒരു 15,000-20,000 ആൾക്കാർ പുറത്ത് എന്തായാലും കാണുമേ. അല്ല, 10,000 പേര് എന്തായാലും കാണൂടാ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും കാണും. അത്യാവശ്യം നല്ല തിരക്ക്. ഞായറാഴ്ച കൂടെ ആയപ്പോഴത്തെ നല്ല തിരക്കല്ലേ. ഞാൻ നോക്കിയിട്ട് അത്യാവശ്യം എന്താ പറയാ, നല്ല ചൂടും ഉണ്ട്. നിനക്ക് ഭയങ്കര ചൂട് എടുക്കുന്നുണ്ടായിരിക്കും അല്ലേ. ജർമ്മനിയിൽ നിന്നൊക്കെ വന്നിട്ട് പിന്നെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. ഇച്ചിരി വെള്ളം കുടിക്കാൻ വേണ്ടി പോവാണ്. കുഞ്ഞുമോനെ വെള്ളം കുടിക്കാൻ കട എവിടാന്ന് വെച്ചിട്ട് പുറത്തോട്ടങ്ങനെ ഇറങ്ങേണ്ടി വരും കേട്ടോ. അവരെല്ലാവരും പള്ളി നിൽക്കുന്നുള്ളൂ. ഫുള്ള് ഹോളി ഫാമസ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനി വരുന്നതായിരിക്കും. അതായത് ഇതിനകത്തിപ്പം ഇത്രയൊക്കെ പറയാനുള്ളൂ അല്ലേ. അപ്പോൾ ഞങ്ങളെന്തായാലും പുതിയ കണ്ടന്റുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. രണ്ടാമത്തെ എപ്പിസോഡിനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ പോകുന്നേക്കുക. പുതിയ കിടിലൻ കണ്ടന്റുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഈ വേളാങ്കണ്ണിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പോണ്ടിച്ചേരിയിലെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ പോകുന്നത്. പോണ്ടിച്ചേരിയിലെ വിഷ്വലും കാര്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡ് അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇനി ഫുൾ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. ഇപ്പം കുറച്ച് തീർത്ഥാടനവും പ്രാർത്ഥനയും കുറച്ച് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ സൈലൻ്റ് ആയിട്ടൊക്കെ വന്നേ. ഇനി ഫുൾ അലമ്പായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കണ്ടന്റുമായിട്ടൊക്കെ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ. അവരുടെ എല്ലാവരുടെ ബൈ ഒരുമിച്ച് തരികയാണ്. ഓക്കെ, ബൈ.